നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അധികാരമില്ലെങ്കിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാവിന്റെ ലക്ഷണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് HMSന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച്. KP കേശവമേനോന് ഉചിതമായ സ്മാരകം ഉയരണമെന്ന ആവശ്യവുമായി സെന്റ് സേവിയേഴ്സ് കോളേജ് NSS വിദ്യാർത്ഥികൾ. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകർന്ന് ക്രിസ്മസ് വരവായി. ക്രിസ്മസിനെ വരവേറ്റ് പള്ളികൾ കേന്ദ്രീകരിച്ച് കരോൾ ഗാനങ്ങൾ. ഞാൻ ആവണി അജീഷ്. വിശദമായ വാർത്തകളിലേക്ക്. അധികാരമില്ലെങ്കിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാവിന്റെ ലക്ഷണമെന്ന് VM സുധീരൻ. K കരുണാകരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. K കരുണാകരന്റെ 13ാമത് ചരമദിനത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം DCCയിൽ സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട മികച്ച ഭരണാധികാരിയും ജനപ്രതിനിധിയുമായിരുന്നു ലീഡർ K കരുണാകരനെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. കേരള നിയമസഭയിൽ 9 അംഗങ്ങളായി ചുരുങ്ങിയ കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്നും അദ്ദേഹം പറഞ്ഞു. പദവി വിട്ടുപോയാൽ, അധികാരമൊഴിഞ്ഞാൽ ആത്മാർത്ഥതയുള്ള കുറേയേറെ പ്രവർത്തകർ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്നുമില്ലാതെ, ഒരു പദവിയില്ലാത്ത, ഒരു അധികാരമില്ലാത്ത നേതാവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രവർത്തകനുണ്ടല്ലോ, അവനാണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുടെ പ്രതീകം. ഞാൻ ഒരിക്കൽ നമ്മുടെ രാഷ്ട്രീയകാര്യ സ്മൃതിയിൽ തന്നെ പറഞ്ഞു, നമ്മുടെ എല്ലാ നേതാക്കന്മാരോട്, നിങ്ങളിങ്ങനെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയമായി പോകേണ്ട ഒരു കാര്യവുമില്ല. K കരുണാകരന്റെ ജീവിതം എല്ലാവർക്കും കേരള രാഷ്ട്രീയത്തെ അമ്മാനമാടിയ പാർട്ടിയെ, ഗവൺമെന്റിനെ, പോഷക സംഘടനകളെ, ഹൈക്കമാൻഡിനെ എല്ലാം ഒരേ സമയത്ത് കൈകാര്യം ചെയ്ത ഇന്ത്യ കണ്ട പ്രഗത്ഭനായ K കരുണാകരൻ. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ അധ്യക്ഷനായി. UV ദിനേശ് മണി, K രാമചന്ദ്രൻ മാസ്റ്റർ, KP ബാബു, KM അഭിജിത്ത്, PM അബ്ദുറഹ്മാൻ, M ധനേഷ് ലാൽ, P കുഞ്ഞുമൊയ്തീൻ, NV ബാബുരാജ്, P മുഹമ്മദ് കോയ, N ഷിറിൻ ബാബു, K അബൂബക്കർ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജീവനക്കാർ കലക്ടറേറ്റ് മാർച്ച് നടത്തി. ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് സർക്കാർ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ചതുപോലെ കേരള സർക്കാർ അംഗീകരിക്കുക, ദിവസവേതനം 900 രൂപയാക്കി വർദ്ധിപ്പിക്കുക, 250 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളിയായി അംഗീകരിക്കുക, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സർക്കാർ തലത്തിൽ സൗജന്യമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി സംഘടന ജില്ലാ കമ്മിറ്റി HMSന്റെ നേതൃത്വത്തിൽ കുറ്റിച്ചു സമരം സംഘടിപ്പിച്ചു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു. അവരൊക്കെ 160 ദിവസത്തിലധികം ജോലിയില്ല. സ്കൂളിൽ അധ്യാപകന്മാർക്ക് ആ 160-170 ദിവസം ജോലി ചെയ്താൽ ഒരു വർഷത്തെ 360 ദിവസത്തെ ശമ്പളം കിട്ടും. അതേ സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം 160 ദിവസം കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വേതനമില്ല, ജോലി ചെയ്തതിൽ മാത്രമാണ് വേണം. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പക്ഷം? വലിയ ഇവരെക്കാൾ 4-5 ഇരട്ടി ശമ്പളം വാങ്ങുന്ന അധ്യാപകന്മാർക്ക് 360 ദിവസത്തെ ജോലി ചെയ്യാൻ 160-170 ദിവസം ജോലി ചെയ്തിട്ട് 360 ദിവസത്തെ വേതനം കൊടുക്കുകയും അതും ഇവരെക്കാൾ 3-4 ഇരട്ടി വേതനം കൊടുക്കുകയും അതേ മനുഷ്യർ എല്ലാ ചെലവുകളും അവരുടെ മാതിരി തന്നെയുള്ള നമ്മുടെ സോഷ്യലിസം പറയുന്ന സംഘടനാ പ്രസിഡന്റ് TK ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി O പത്മനാഭൻ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ അനിൽകുമാർ, PP വൈശാഖ്, ദേവയാനി തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട്.
സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകർന്ന് ക്രിസ്തുമസ് വന്നെത്തി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാടും നഗരവും. നക്ഷത്ര തിളക്കമാണ് ക്രിസ്മസ് രാവുകൾക്ക്. എങ്ങും കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങൾ, വർണ്ണം വിതറുന്ന വിളക്കുകളാൽ അലങ്കരിച്ച ഭവനങ്ങളും സ്ഥാപനങ്ങളും ദേവാലയങ്ങളും, പ്രഭാപൂരിതമാകുന്ന ക്രിസ്മസ് മരങ്ങൾ. ഡിസംബറിലെ തണുത്ത രാത്രികളും കുളിരുള്ള പ്രഭാതങ്ങളും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിക്കായി ഒരുങ്ങുകയാണ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കി ഉണ്ണിയേശുവിൻ്റെയും അമ്മ മേരിയുടെയും ജോസഫ്, ജ്ഞാനികൾ, ആട്ടിടയന്മാർ എന്നിവരുടെയും രൂപങ്ങൾ വെച്ച പുൽക്കൂടും വിനയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായി ഒരുക്കുന്നു. കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് സന്തോഷവും സമ്മാനിക്കുന്ന ക്രിസ്മസ് ദിനങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള അവസരം കൂടിയാണ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ഞങ്ങൾ കുടുംബമടക്കം ഇതെല്ലാം ഒരുക്കി വെച്ച് ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറാവുന്നു. എല്ലാവർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ. തിരുപ്പിറവി അറിയിച്ചുള്ള പാതിരാ കുർബാനയുടെ പവിത്രത നുകർന്നും പ്രാർത്ഥനകളിൽ മുഴുകിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കിയും ലോകജനത ക്രിസ്മസ് ആഘോഷിക്കും. മഞ്ഞു പെയ്യുന്ന രാത്രികളിൽ കരോൾ ഗായക സംഘങ്ങളും സാന്റാക്ലോസും ക്രിസ്മസ് ആശംസകളും സമ്മാനങ്ങളുമായി വീടുകളിലെത്തും. തിരുപ്പിറവിയുടെ സന്ദേശങ്ങൾ പകർന്നും യേശുവിൻ്റെ അപദാനങ്ങൾ പാടിയും അവർ സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കും. ക്രിസ്തുമസ് ആശംസാ കാർഡുകൾ കൈമാറിയും ക്രിസ്മസ് കേക്കിൻ്റെ മധുരം പങ്കിട്ടും ലോകമെങ്ങും ഒരേ മനസ്സോടെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്രിസ്തുമസിനെ വരവേറ്റ് നാടെങ്ങും കരോൾ നടന്നു. പള്ളികൾ കേന്ദ്രീകരിച്ച് നടന്ന കരോളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കോഴിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ക്രിസ്മസ് കരോൾ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി അജി എബ്രഹാം സ്വാഗതം പറഞ്ഞു. ട്രസ്റ്റി എബി എബ്രഹാം, PC എബ്രഹാം, കോർ എപ്പിസ്കോപ്പ, സെക്രട്ടറി സക്കറിയ മാടി തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്മസിന്റെ പ്രധാനപ്പെട്ട ഒന്ന് നക്ഷത്രങ്ങളാണല്ലോ. നക്ഷത്രത്തിന്റെ പ്രധാനപ്പെട്ട എലമെന്റ് വെളിച്ചമാണ്. ഉള്ളിൽ വെളിച്ചമുള്ളത് കൊണ്ടാണ് നക്ഷത്രം ഇങ്ങനെ മനോഹരമായിട്ട് ശോഭിക്കുന്നത്. ഈ നാളുകളിൽ നക്ഷത്രം പോലെ ഉള്ളിൽ വെളിച്ചമുള്ളവരായി തീരുവാൻ നമുക്കിടയായി തീരണം. നമ്മൾ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രശോഭിക്കുവാൻ വഴികാട്ടികളായി തീരുവാനായിട്ട് ഇടയായിത്തീരും. ഈ നാളുകളിൽ അനുഗ്രഹപ്രദമായ രീതിയിൽ നല്ല നക്ഷത്രമായി തീരാൻ നമുക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് മുഖേന ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ എല്ലാ ക്രിസ്മസ് ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കുമായിട്ട് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കോഴിക്കോട് വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. KP കേശവമേനോന് സ്മാരകമുയരണമെന്ന ആവശ്യവുമായി സെന്റ് സേവിയേഴ്സ് കോളേജ് NSS വിദ്യാർത്ഥികൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കോനാട് ബീച്ച് ശുചീകരിച്ചു.
മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് കോളേജ് NSS സപ്തദിന ക്യാമ്പ് മധുരത്തിന്റെ ഭാഗമായാണ് കോനാട് ബീച്ച് ശുചീകരിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി KP കേശവമേനോന് ഉചിതമായ സ്മാരകം ഉയരണമെന്ന ആവശ്യമാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ കോനാട് ബീച്ച് ശുചീകരിക്കാൻ തീരുമാനിച്ചത്. ശുചീകരണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. കേശവമേനോന്റെ പേരിൽ ഒരു സ്മാരകമായി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും അധികം വൈകരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഒരു മഹാനായ വ്യക്തിയുടെ കോഴിക്കോടിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ തീപ്പൊരി പടർത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ഒരു മഹത്തായ വ്യക്തിയാണ്. ആ മാതൃഭൂമി പത്രവും അതിൻ്റെ പാരമ്പര്യമൊക്കെ പരിശോധിക്കുമ്പം KP കേശവമേനോൻ എന്നത് ഉന്നത ശീർഷനായ ഒരു വ്യക്തിത്വമായിരുന്നു. പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് നിലനിൽക്കണം എന്നുള്ളതാണ്. ഇതുപോലുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടും ഇത്രയെന്നെങ്കിലും ഭംഗിയായി നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും അവരുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് കഴിയും. പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ ഹരി A. വാര്യർ അധ്യക്ഷനായിരുന്നു. മാതൃഭൂമി ഡയറക്ടർ ഡോക്ടർ ജയകിഷ് ജയരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു, പരിസ്ഥിതി പ്രവർത്തകൻ MA ജോൺസൺ, ജന്മഭൂമി ന്യൂസ് എഡിറ്റർ M. ബാലകൃഷ്ണൻ, ആറ്റക്കോയ പള്ളിക്കണ്ടി, NSS പ്രോഗ്രാം ഓഫീസർ അവിനേഷ് അശോക്, ക്യാമ്പസസ് ഓഫ് കോഴിക്കോട് ടീച്ചർ കോർഡിനേറ്റർ K. അതുൽ, NSS വിദ്യാർത്ഥി പ്രതിനിധികളായ C. ആദിത്യ, P. മാളവിക തുടങ്ങിയവർ സന്നിഹിതരായി. NSS പ്രാർത്ഥനാ ഗീതത്തോടെയായിരുന്നു പരിപാടിക്ക് തുടക്കമിട്ടത്. മനസ്സു നന്നാവട്ടെ, ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. BJP സംഘടിപ്പിക്കുന്ന സ്നേഹയാത്രയുടെ ഭാഗമായി ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് VK സജീവന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. BJP സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്നേഹയാത്രയുടെ ഭാഗമായി കോഴിക്കോട് റോമൻ കത്തോലിക്ക രൂപതയുടെ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവിനെ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ച് ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നു. ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലെയും ക്രിസ്തീയ ഭവനങ്ങൾ സമ്പർക്കം ചെയ്ത് പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് ആശംസകൾ നേരുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈസ്റ്റർ സമയത്ത് തുടങ്ങിയ ക്രിസ്ത്യൻ ഭവന സന്ദർശനം തുടരുകയാണെന്നും ഊഷ്മളമായ സ്നേഹബന്ധം നിലനിർത്താനുള്ള സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാമാണിതെന്നും VK സജീവൻ പറഞ്ഞു. ക്രിസ്ത്യൻ സമുദായവുമായിട്ട് ബന്ധം വെക്കാനുള്ള പ്രവർത്തനം കഴിഞ്ഞ ഈസ്റ്റർ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം കുറച്ചും കൂടെ അതിൻ്റെ വിജയത്തെ തുടർന്ന് കുറച്ചും കൂടെ വിപുലമായിട്ട് ഓരോ ബൂത്തിലും ക്രിസ്ത്യൻ സഹോദരന്മാരുടെ വീടുകളിലേക്ക് പ്രധാനമന്ത്രിയുടെ ആശംസാ കാർഡുകളുമായി BJP പ്രവർത്തകർ സന്ദർശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ഞങ്ങൾ ഇവിടെ സന്ദർശിച്ചത്. മേഖലാ സംഘടനാ സെക്രട്ടറി G. കാശിനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറി E. പ്രശാന്ത് കുമാർ, കൗൺസിലർ സരിത പറയേരി, നോർത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി T. രജിത് കുമാർ, ഏരിയ പ്രസിഡന്റ് ഷിനൂബ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കയർ ബോർഡ് റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെന്റർ കയർ ബോർഡ് ഡയറക്ടർ ഇൻചാർജ് ഷൺമുഖസുന്ദരം ഉദ്ഘാടനം ചെയ്തു. സബ് റീജിയണൽ ഓഫീസ് കയർ ബോർഡ് കണ്ണൂർ, കോഴിക്കോട് ഹോട്ടൽ മലബാർ പാലസിൽ വെച്ച് കയർ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സുസ്ഥിര വികസനം എന്നിവയെക്കുറിച്ച് പ്രാദേശിക സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ കയർ ബോർഡ് സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഇൻചാർജ് ഷൺമുഖസുന്ദരം ഉദ്ഘാടനം ചെയ്തു. So here, because I would like to mention some 12 aspects today. First one is value addition. So as far as coir industry is concerned, so far for the past 20-25 years, what I have observed for the past 2-3 years after joining this coir board, so we have not made such value addition to the coir products. Because in the month of July, myself and our honorable chairman, coir board, we have visited Thailand. Even though Thailand is a small country when compared to India, they are developing more value added products. So that is why they are competing to India. So as a coir industry people,
or those who got trained from the regional office. So you have to think innovatively, do some value addition to the choir products. കയർ പ്രോജക്ട് ഓഫീസർ ശശികുമാർ പി അധ്യക്ഷനായിരുന്നു. കാനറ ബാങ്ക് മാനേജർ മുരളീധരൻ ടി എം, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ചെയർമാൻ കുഞ്ഞാപ്പു എം, എക്സ്റ്റൻഷൻ സർവീസ് ഓഫീസർ വി കെ ടോമിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. പി രമേശ് നായക്, ഷൈജു ടി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. സാങ്കേതിക ക്ലാസുകൾ എസ് രാധാകൃഷ്ണൻ, സുമി സെബാസ്റ്റ്യൻ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികൾ. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീജ ചേളന്നൂരിന്റെ കവിതാ സമാഹാരം കനലായി പ്രകാശനം ചെയ്തു. കവി PP ശ്രീധരനുണ്ണി കഥാകൃത്ത് PK പാറക്കടവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. നാടക പ്രവർത്തകയും കവയിത്രിയുമായ ശ്രീജ ചേളന്നൂരിന്റെ രണ്ടാമത് കവിതാ സമാഹാരം കനലായി പ്രമുഖ സാഹിത്യകാരനും കവിയുമായ PP ശ്രീധരനുണ്ണി പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ PK പാറക്കടവ് പുസ്തകം ഏറ്റുവാങ്ങി. രണ്ട് രീതിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം. ഒന്ന് കത്തിവെച്ച് തുറക്കാം, മറ്റൊന്ന് അതിമനോഹരമായ പൂവ് കൊണ്ട് തുറക്കാം. ഇവിടെ ഞാൻ ചെയ്തത്, ഞാനിവിടെ ഒരു സർജനാണ് സങ്കല്പിക്കാം. അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത് ശ്രീജയുടെ ഹൃദയം ഒരു പൂവ് കൊണ്ട്, പൂവിൻ്റെ അതിമനോഹരമായ ഇതളുകൾ കൊണ്ട് ഞാൻ തുറന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെ തുറന്നു വെച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ, പണ്ട് ശ്രീകൃഷ്ണൻ വായ തുറന്നപ്പോൾ 14 ലോകവും അതല വിതല സുതല തലാതല സാധാരണ ഭൂലോകം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെയുള്ള 14 ലോകവും നമ്മൾ കണ്ടു എന്ന് പറയുന്ന പോലെ ഇവിടെ ഭാവങ്ങളുടെ, വളരെ സൂക്ഷ്മതരമായ ഭാവങ്ങളുടേതായ ഒരു വലിയ ബ്രഹ്മാണ്ടം നമുക്ക് തുറന്ന് കിട്ടും. മുരളി ബേപ്പൂർ അധ്യക്ഷനായിരുന്നു. സുരേഷ് തെക്കീട്ടിൽ പുസ്തകം പരിചയപ്പെടുത്തി. ചടങ്ങിൽ നാടകകൃത്ത് സതീഷ് K. സതീഷ്, സാഹിത്യകാരി ഡോക്ടർ EP ജ്യോതി, മുരളീധരൻ കൊല്ലത്ത്, പ്രദീപ് എടത്തൊടി, ശ്രീജ ചേളന്നൂർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജീവതാളം പദ്ധതിയുടെ ഭാഗമായി വാണിമേൽ പഞ്ചായത്തിൽ ചെറുധാന്യങ്ങളെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. സുരയ്യ ഉദ്ഘാടനം ചെയ്തു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവതാളം പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ ജീവിതത്തിന് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുരയ്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുധാന്യങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ക്ലാസ് എനിക്ക് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ ഒന്നായിരിക്കും. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾ കാണിച്ചിട്ടില്ലേ, ഡോക്ടറെ കാണുന്നില്ലേ, ഗുളിക കഴിക്കുന്നില്ലേ എന്നുള്ള ഒരു വല്ലാത്ത ഒരു ചോദ്യം. ഗ്രാമപഞ്ചായത്ത് അംഗം K. ഷൈനി അധ്യക്ഷയായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫർ ഇക്ബാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ K. ജയരാജൻ, K. രാധ, CP സതീഷ്, വിജയരാഘവൻ, K. ദീപ, C. ആരിഫ, എലിസബത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടയക്കണ്ടി നാരായണൻ മില്ലറ്റ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമ്മുടെ സമൂഹത്തിലുള്ള വിവിധ മേഖലകളിലുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിൽ ഷുഗറുണ്ടോ? ഇന്ന് രാത്രി സാധാരണ ഞാൻ ഒരു ഗുളികയാണ് കഴിക്കുന്നത്, ഇന്ന് രാത്രി ഞാൻ 1.5 ഗുളിക കഴിക്കേണ്ടി വരുമോ? ഓരോ ഭക്ഷണവും മുന്നിലെത്തുമ്പോൾ ഇന്ന് കേരളീയൻ ചോദിക്കുന്ന ചോദ്യമാണ്.
ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുവാൻ മില്ലറ്റുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നും 9 മില്ലറ്റുകളെക്കുറിച്ചും അവയിലെ വിവിധ ഘടകങ്ങളെക്കുറിച്ചും ക്ലാസ്സിൽ വിശദീകരിച്ചു. പങ്കെടുത്ത മുഴുവൻ പേർക്കും മില്ലറ്റ് വിഭവം കഴിക്കാൻ നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ ഗോൾഡിൽ ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ ഷോയ്ക്ക് തുടക്കമായി. മേയർ ബീന ഫിലിപ്പും ചെയർമാൻ MP അഹമ്മദും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആർട്ടിസ്ട്രി സ്റ്റോറിൽ ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഷോ മേയർ ബീന ഫിലിപ്പും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ MP അഹമ്മദും ഉദ്ഘാടനം ചെയ്തു. സ്വർണം, വജ്രം, പ്രഷ്യസ് സ്റ്റോണുകൾ എന്നിവയിൽ നിർമ്മിച്ച വിവാഹാഭരണങ്ങളുടെ വലിയ ശേഖരം പ്രദർശനത്തിലുണ്ട്. വജ്രാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ വിവാഹ ആഭരണങ്ങളും കാണാം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും വിലയുടെ 3% മുതൽ നൽകി മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം ഡിസംബർ 30 അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അളകാപുരിയിൽ പെൻഷൻ ദിനാചരണവും കുടുംബസംഗമവും നടന്നു. സംസ്ഥാന രക്ഷാധികാരി T. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KJ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ കൺവീനർ രജനി പ്രേമൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK ബീരാൻ, ജില്ലാ സെക്രട്ടറി ഭുവൻ രാജ്, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PK വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. വെറ്ററൻസ് അത്ലറ്റിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശ രാജ്യങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ വിജയിച്ച V. വാസുവിനെയും ചടങ്ങിൽ ആദരിച്ചു. സുന്നി ബാലവേദിയുടെ വാർഷിക സമാപന സമ്മേളന മാർച്ച് 25-ന് വൈകിട്ട് നടക്കും. 4:30 പതാക ഉയർത്തും. സംസ്ഥാന ചെയർമാൻ P. ഹസൈനാർ ഫൈസി അധ്യക്ഷത വഹിക്കും. 6:30 നടക്കുന്ന തലമുറ സംഗമം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 26-ന് 9 മണിക്ക് പ്രതിനിധി സമ്മേളനം പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രസിഡന്റ് കുടക് അബ്ദുറഹിമാൻ മുസ്ലിയാർ, കൺവീനർ പാണക്കാട് നിയാസ് അലി ശിഹാബ് തങ്ങൾ എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികാരമില്ലെങ്കിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാവിന്റെ ലക്ഷണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് HMSന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച്. KP കേശവമേനോന് ഉചിതമായ സ്മാരകം ഉയരണമെന്ന ആവശ്യവുമായി സെന്റ് സേവിയേഴ്സ് കോളേജ് NSS വിദ്യാർത്ഥികൾ. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകർന്ന് ക്രിസ്മസ് വരവായി. ക്രിസ്മസിനെ വരവേറ്റ് പള്ളികൾ കേന്ദ്രീകരിച്ച് കരോൾ ഗാനങ്ങൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.